നാം തമിഴർ പാർട്ടി ഇവരെല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. പകുതി സീറ്റിൽ അവർ വനിതകളെ മത്സരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ADMKയുടെയോ DMKയുടെയോ വോട്ടുകളെ ഭിന്നിപ്പിക്കാനോ അതിലെന്തെങ്കിലും കുറവുണ്ടാക്കാനോ ഈ നാം തമിഴർ പാർട്ടിക്ക് സാധിക്കൂ? സീമാന്റെ നാം തമിഴർ കക്ഷി ഇതുവരെ വ്യക്തമായ ഒരു നിലപാടോടെ, അതായത് ഒരു മുന്നണിയോടും ചേരില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരേ ഒരു പാർട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സീമാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒരു 5 മുതൽ 7% വരെ വോട്ട് ഉണ്ട്, അതിന് സംശയമില്ല. അത് 7% വരാൻ കാരണം 40 സീറ്റുകളിൽ മത്സരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ പല പാർട്ടികളുടെയും ശതമാനം 5-ന്നും 3-ന്നും 4-ന്നും ഒക്കെ പറയാൻ കാരണം അവരധികം മത്സരിക്കാത്തത് കൊണ്ടാണ്. ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ കൂടുതൽ മത്സരിക്കാൻ കിട്ടിയാലല്ലേ കൂടുതൽ ശതമാനം കിട്ടുന്നത്. അതുകൊണ്ടാണ് TKക്ക് ഇത്രയും വോട്ട് ശതമാനം ഉള്ളത്. എന്നാലും 7% വോട്ട് എന്നുള്ളത് ഒരു സബ്സ്റ്റാൻഷ്യൽ നമ്പറാണ് തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത്. അദ്ദേഹത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാറി, അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. അതായത് ഒരു തമിഴ് സബ് നാഷണലിസത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇപ്പോഴും തമിഴീലത്തെ കുറിച്ചും പ്രഭാകരന്റെ ആരാധനയെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കുകയും പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായി അത് തുടരും. അത് BJPയെ ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം BJPയുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പലതൊരു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ്. കാരണം സീമാൻ എപ്പോഴും BJPക്കെതിരെയും ഒരു ഒരു വിഘടനവാദത്തിന്റെ ഒരു സ്വരത്തിലാണ് എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അപ്പോ അത് ആരെങ്കിലും ബാധിക്കുമെങ്കിൽ ഒരുപക്ഷെ അത് DMKയും ഇടതുപക്ഷ കക്ഷികളും ഒക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലായിരിക്കും. കാരണം ഒരു ഐഡിയോളജിയുടെ ഒരു ഓവർലാപ്പിംഗ് അവിടെ വരുന്നുണ്ട്. കാരണം ഒരു പ്രോ നാഷണലിസം, പ്രോ തമിഴ് നാഷണലിസം ആണ് അദ്ദേഹത്തിന്റെ ഒരു നറേറ്റീവ്. പക്ഷേ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വലുതാവുകയും ചെയ്തിട്ടില്ല, ചുരുങ്ങുകയും ചെയ്തിട്ടില്ല. അപ്പോ അത് നിർണായകമാകുന്ന ചില സ്ഥലങ്ങൾ വന്നേക്കും. എവിടെയൊക്കെയാണോ ചിലപ്പോൾ ഭൂരിപക്ഷം ഒരു 5000-6000 വോട്ടിന് താഴെ വരുന്നത്, അല്ലെങ്കിൽ ഒരു സമാന്തരമായിട്ടുള്ള നെക്ക് ആൻഡ് നെക്ക് റേസ് നടക്കുന്ന സ്ഥലങ്ങളിൽ, അവിടെയൊക്കെ ഒരുപക്ഷെ NTK ഒരു പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതായി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 9ഓളം കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഒരു ത്രികോണ മത്സരമാണ്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ത്രികോണ മത്സരമാണ്. BJPയും AIADMKയും DMKയും നേരിട്ട് ഉള്ള മത്സരങ്ങളാണ്. ഇവിടെ NTK ഒരുപക്ഷെ ചില ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് പൂർണ്ണമായിട്ട് ചായാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് തമിഴ്നാട്ടിലെ വോട്ടർമാർ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നിയമസഭയിൽ AIADMKക്ക് ഒരു അംഗം മാത്രം, ജയലളിത മാത്രം അംഗമായിരുന്ന തമിഴ്നാട് നിയമസഭ നിലവിലുണ്ടായിരുന്നു. അതായത് ബാക്കി അംഗങ്ങൾ മുഴുവൻ DMK ആയിരുന്നു. അതുപോലെ തിരിച്ചും M കരുണാനിധി മാത്രം DMKയുടെ പ്രതിനിധിയായി നിയമസഭയിൽ ഉണ്ടാവുകയും ബാക്കി അംഗങ്ങൾ മുഴുവൻ AIADMKയുടെ ആവുകയും ചെയ്ത സന്ദർഭവും തമിഴ്നാട് നിയമസഭയിലുണ്ട്. ലോക്സഭയുടെ കണക്കെടുത്താലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചാൽ DMK ഒന്നൊഴികെ എല്ലാ സീറ്റിലും DMK ജയിച്ചതാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ 2014 നേർവിപരീതമാണ്. അന്ന് ആകെയുള്ള 40 സീറ്റ്, പുതുശ്ശേരി അടക്കമുള്ള 40 സീറ്റിൽ 38 സീറ്റിലും AIADMK ആണ് അന്ന് ജയിച്ചത്. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഒരുമിച്ച് ചായാൻ മടിയില്ലാത്ത തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ സ്വഭാവം ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ 2024 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പും പ്രഖ്യാപിച്ചതിന് ശേഷവും വന്ന അഭിപ്രായ സർവേകൾ, ആ സർവേകൾ ഏതാണ്ട് എല്ലാം പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി, DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി തമിഴ്നാട് തൂത്തുവാരും എന്നാണ്. അങ്ങനെ ഒരു ക്ലീൻഷിപ്പ് ഉണ്ടാവുമോ അരുൺ റാം? നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഈ ഒരു തീർത്തും ഏകപക്ഷീയമായ ഒരു വിജയം ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള പ്രവചനങ്ങളെ നമ്മൾ എങ്ങനെ കാണണം? 2019 നമ്മുടെ മുമ്പിലുണ്ട്, 2014 നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും ഏകദേശം 1 മാസത്തോളം സമയമുണ്ട് ഇലക്ഷന്. അപ്പൊ അത് നമ്മൾ പരിഗണിക്കണം. ഇപ്പോ നോക്കുമ്പോ നമ്മളിപ്പോ കാണുന്നത് ഇലക്ഷൻ അരിത്മെറ്റിക്കാണ്. നമ്മൾ ഇലക്ഷനോട് അടുക്കുമ്പോഴാണ് ഇലക്ഷന്റെ ഒരു കെമിസ്ട്രി മനസ്സിലാകുന്നത്. അപ്പൊ അരിത്മെറ്റിക് വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ. കാരണം പ്യുവറായിട്ട് നമ്മൾ നോക്കുകയാണ്, 3 മുന്നണികളുണ്ട്. അതിൽ പ്രധാനമായും AIADMKയും BJPയും അവരവരുടെ വോട്ടുകൾ വിഘടിക്കാൻ ഉള്ള സാധ്യത ഏറെയാണ്. DMK ഘട്ടറപ്പോട് ഒരുമിച്ച് നിൽക്കുന്നു, ഒരു പാർട്ടിയായിട്ടും ഒരു മുന്നണിയായിട്ടും ഒരുമിച്ച് കൂടെ നിൽക്കുന്നു. ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും VCKയും എല്ലാം അവരെ തുണയ്ക്കുന്നു. ഒരുമിച്ച് അവർ നന്നായിട്ട് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നു. അത് വെച്ച് നോക്കുമ്പോൾ
DMK 40 സീറ്റുകളും ജയിക്കാൻ സാധ്യതയുണ്ട്. അത് പറയാൻ കാരണം ഇപ്പോൾ BJPക്ക് സാധ്യത ഉണ്ടെന്ന് പറയാവുന്ന അണ്ണാമല മത്സരിക്കുന്ന കോയമ്പത്തൂരിലോ അല്ലെങ്കിൽ കന്യാകുമാരിയിലോ പോലും AIADMK അവരുടെ ഏറ്റവും ശക്തമായുള്ള ആളുകളെ ഇറക്കി തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിൽ മാറ്റി വോട്ട് ചെയ്താലും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിഘടനം വരുമ്പോൾ DMKക്ക് സാധ്യതയുണ്ട്. 40-39 ഇവിടെയും തമിഴ്നാട്ടിലും 1 പോണ്ടിച്ചേരിയിലും തൂത്തുവാരാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാലും ഇനിയും ഒരു 20-25 ദിവസം ഇരിക്കെ അത് ഗ്രൗണ്ടിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു, ഈ ഘടകകക്ഷികൾ തന്നെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെ വർക്കൗട്ട് ആകും, ഇതിൽ ഓരോ പോൾ പ്ലാങ്സ്, ഇപ്പൊ കറപ്ഷൻ ചാർജസ് ആവാം അല്ലെങ്കിൽ ഡെനാസ്റ്റിക് പോളിറ്റിക്സ് ആവാം, ഇങ്ങനെയുള്ള പോൾ പ്ലാങ്സ് എത്രത്തോളം ഓപ്പോസിഷന് അതിനെ മുതലെടുക്കാൻ സാധിക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതായിട്ട്. അപ്പോൾ ഒരു കെമിസ്ട്രി വേഴ്സസ് അരിത്മെറ്റിക് ആണല്ലോ എല്ലാ ഇലക്ഷനും. ഇപ്പോ ഇരിക്കുന്ന ഒരു സ്ഥിതി വെച്ച് നമ്മൾ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ DMKക്ക് ഭൂരിപക്ഷം ഫുൾ നമ്പർ അല്ലെങ്കിൽ ഒരു വലിയൊരു ഭൂരിപക്ഷം തന്നെ വിജയിക്കാനുള്ള സാധ്യതകളേറെയാണ്. തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ ചിത്രം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കളത്തിലും കണക്കിലും DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി തന്നെയാണ് മുന്നിൽ. അതിൽ ഒരു തർക്കവുമില്ല. അതിനെ വെല്ലാനാകുമോ AIADMK നേതൃത്വം നൽകുന്ന മുന്നണിക്ക്, നരേന്ദ്രമോദിയെ ചൂണ്ടി വോട്ട് ചോദിക്കുന്ന NDAക്ക്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് വരും നാളുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ മുന്നണികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ, അത് ഗ്രൗണ്ടിൽ ഉളവാക്കുന്ന മാറ്റങ്ങൾ, താഴെത്തലത്തിൽ വോട്ടർമാരുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നിശ്ചയിക്കുക.